ഈ നാഷണൽ സ്പോർട്സ് ഗവേണൻസ് ബില്ല് ഇപ്പം തന്നെ മന്ത്രിസഭയുടെ ഒരു സബ് കമ്മിറ്റി പരിശോധിച്ച് അത് എല്ലാവർക്കും അയച്ചു തന്നൊരു ബേസിലാണ് നമുക്കെല്ലാം കിട്ടിയിരിക്കുന്നത്. The proposed National Sports Governance Bill 2024 is the continuation of National Sports Development Code of India 2011. അതായത് ഇപ്പം നിലവിൽ ഒരു നാഷണൽ സ്പോർട്സ് ഡെവലപ്മെൻറ്റ് കോഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫോളോ ചെയ്യുന്നുണ്ട്. അത് ലെജിസ്ലേഷൻ അല്ല, അതൊരു ഗവൺമെൻറ് ഓർഡറായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു നാഷണൽ സ്പോർട്സ് ഗവേണൻസ് കോഡാണ്. അതാണ് ഇപ്പോൾ എല്ലാ ദേശീയ ഫെഡറേഷനുകളും പാലിക്കുന്നതും അതനുസരിച്ച് പ്രവർത്തിക്കണമെന്നും കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ. അതനുസരിച്ചാണ് ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള എല്ലാ ദേശീയ ഫെഡറേഷനുകളും അത് പാലിക്കുന്നത്. അതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആ നാഷണൽ സ്പോർട്സ് ഡെവലപ്മെൻറ്റ് കോഡിലോ അല്ലെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന നാഷണൽ ഗവേണൻസ് ബില്ലിലോ തന്നെ അത് സംസ്ഥാന അസോസിയേഷനുകൾക്ക് ബാധകമാണെന്നോ അല്ലെന്നോ പറയുന്നില്ല. പക്ഷേ നമ്മളതിൻ്റെ താഴെ വായിച്ചു പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് സംസ്ഥാന അസോസിയേഷനെ ബാധിക്കും, അതുപോലെ തന്നെ അത് ജില്ലാ അസോസിയേഷനെ ബാധിക്കുന്ന രീതിയിലാണ് അതിൻ്റെ നിർദ്ദേശങ്ങൾ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ച് നോക്കി അറിയാൻ കഴിയും. Actually, Government of India started the initiative to bring sports legislation during 2008 when Manishankar Iyer was the Union Sports Minister. Union Sports Manishankar Minister ആയിരുന്ന സമയത്താണ് ഇങ്ങനൊരു ബില്ല് അല്ലെങ്കിൽ ലെജിസ്ലേഷൻ സ്പോർട്സിന് വേണമെന്ന് ആദ്യമായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചർച്ച ചെയ്ത് തുടങ്ങിയത്. അതിന് കാരണം എന്താണെന്ന് നമുക്കറിയാം. ഒരു സുപ്രീം കോടതിയിൽ ഒരു കേസുണ്ടായിരുന്നു 2008. അതായത് അന്നത്തെ ഹോക്കിയുടെ പ്രസിഡൻ്റായിരുന്ന നരേന്ദ്ര ബത്രയും ഗവൺമെൻറ് തമ്മിലുള്ള ഒരു കേസിൻ്റെ അതിൻ്റെ ബേസിലാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഒരു കേന്ദ്ര സ്പോർട്സ് നയം അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ലെജിസ്ലേഷൻ വേണം എന്ന് പറഞ്ഞത്. അതിൻ്റെ ബേസിലാണ് അങ്ങനെ ഒരു ചർച്ച ആരംഭിച്ചത് തന്നെ. A draft sports bill was prepared to promote sports development, to improve infrastructure and establish a regulatory framework for sports in India എന്ന് പറഞ്ഞാണ് അതിൻ്റെ ആമുഖമായിട്ട് തുടങ്ങിയത്. The key features was to promote sports culture, enhance international sports performance and ensure transparency and accountability in sports governance. അന്ന് വരെ കൃത്യമായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു നിയമമോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓരോ കാലങ്ങളിൽ ഇറക്കിക്കൊള്ളുന്ന ഓർഡർ അല്ലാതെ ഒരു സ്പെസിഫിക് ആയിട്ട് ലെജിസ്ലേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഗവൺമെൻറ് ആ തരത്തിൽ ഒരു സ്പോർട്സ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ആലോചിച്ചത്. There was a proposal for establishing a National Sports Development Authority, creation of National Sports Fund, mandatory 2% allocation of government school budget for school sports infrastructure, development in rural areas, talent identification and long-term training program, and doping measures and dispute resolution mechanism. ഇത്രയും കൂടെ ചേർത്ത് വെച്ചാണ് അന്നത്തെ ഡ്രാഫ്റ്റ് സ്പോർട്സ് ഡെവലപ്മെൻറ്റ് ബില്ല് തയ്യാറാക്കിയത്. ഈ ബില്ല് 2008 രാജ്യസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ നിർഭാഗ്യവശാൽ അന്ന് 14ാമത്തെ ലോക്സഭ പിരിച്ചുവിട്ടത് കാരണം അത് നിയമമായില്ല. ആ ബില്ല് അത് നിയമമാകാതെ പോവുകയാണ് ചെയ്തത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കെയിം ഔട്ട് വിത്ത് എ നാഷണൽ സ്പോർട്സ് പോളിസി ഇൻ 2011. 2011 ഒരു നാഷണൽ സ്പോർട്സ് ഡെവലപ്മെൻറ്റ് ഒരു പോളിസിയാണ് ഗവൺമെൻറ് കൊണ്ടുവന്നത്. ദിസ് വാസ് ഫോളോഡ് ബൈ നാഷണൽ സ്പോർട്സ് കോഡ് ഓഫ് ഇന്ത്യ 2011. ഇന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫോളോ ചെയ്യുന്ന നാഷണൽ സ്പോർട്സ് ഡെവലപ്മെൻറ്റ് കോഡ് ഈ 2011 നാഷണൽ പോളിസിയുടെ ബേസിൽ വന്ന ഒരു സംഭവമാണ്. നാഷണൽ കോഡ് ഫോർ ഗുഡ് ഗവേണൻസ് ഇൻ സ്പോർട്സ് 2017 ഈ നാഷണൽ സ്പോർട്സ് കോഡിന് അനുബന്ധമായി ഒരു നാഷണൽ ഗുഡ് ഗവേണൻസ് ഇൻ സ്പോർട്സ് 2017 ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട്. അത് ഈ 2011 ഈ നാഷണൽ സ്പോർട്സ് ഡെവലപ്മെൻറ്റ് കോഡും 2017 നാഷണൽ കോഡ് ഫോർ ഗുഡ് ഗവേണൻസുമാണ് ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് ഫോളോ ചെയ്തിരിക്കുന്ന ദേശീയ തലത്തിലുള്ള 2 സ്പോർട്സിൻ്റെ പ്രധാന ഓർഡറുകൾ. ഇൻ കണ്ടിന്യൂഷൻ ഓഫ് ദിസ് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഇപ്പോൾ നാഷണൽ സ്പോർട്സ് ഗവേണൻസ് ബിൽ എന്ന രീതിയിൽ ഇപ്പം നാഷണൽ ഫെഡറേഷനുകൾക്കും എല്ലാ ഒളിമ്പിക് അസോസിയേഷനും സർക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെല്ലാം ചുവട് പിടിച്ചാണ് അത് ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം പലതും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പുതിയതായിട്ട് ആഡ് ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ വിവിധ കോടതികളിൽ, ഡൽഹി ഹൈക്കോടതിയിലും ചെന്നൈ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ കേൾക്കുന്ന കേസും അതിൻ്റെ വിധികളെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള
ഒരു ചേഞ്ചസ് വരുത്തിക്കൊണ്ടുള്ള ഒരു നാഷണൽ സ്പോർട്സ് ഗവേണൻസ് ബില്ലാണ് ഇപ്പം സർക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഉടൻ തന്നെ നിയമമാവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇൻ പ്രിൻസിപ്പിൾ ദിസ് സ്പോർട്സ് ഗവേണൻസ് ബിൽസ് ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ഇന്നൊരു പ്രത്യേകിച്ച് ഒരു സ്പോർട്സ് ലെജിസ്ലേഷൻ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനൊരു ലെജിസ്ലേഷൻ വരുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. കാരണം കുറച്ചും കൂടി അടുക്കും ചിട്ടയുള്ള പ്രവർത്തനങ്ങൾ നാഷണൽ ഫെഡറേഷനുകൾക്ക് ഉണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇങ്ങനെ ഗവൺമെൻറ്റിനെ ഇൻ്റർഫിയർ ചെയ്യിക്കാനും അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ സ്പോർട്സിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങൾ ഇൻ്റർഫിയർ ചെയ്യിക്കാനുള്ള കാരണങ്ങൾ നമ്മളുടെ ആൾക്കാർ തന്നെയാണ്. നമ്മുടെ സ്പോർട്സ് ഫെഡറേഷനുകൾ തമ്മിലുള്ള വഴക്കുകളും നമ്മുടെ സ്പോർട്സ് ഫെഡറേഷനുകളിനകത്തുള്ള കേസുകളും ഒക്കെയാണ് ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിൽ ഇൻ്റർഫിയർ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിക്കൊടുത്തത്. അല്ലെങ്കിൽ കുറച്ചുകൂടി ലിബറലായിട്ട് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ കാണുമായിരുന്നു. പക്ഷേ കേസുകളും അത് കായിക താരങ്ങളെയും കായിക സംഘടനകളെയും ബാധിക്കുന്നതുകൊണ്ടാണ് ഗവൺമെൻറ് ഇത്തരത്തിലുള്ള സ്പോർട്സ് ഗവേണൻസ് ബില്ലായിട്ട് വന്നത്. അത് ഒരു പരിധിവരെ ഇപ്പം ചെയ്തിരിക്കുന്ന കാര്യത്തിനകത്ത് നമുക്ക് സ്വീകരിക്കാവുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ വളരെയേറെ കാര്യങ്ങൾ അസോസിയേഷനെയോ ഫെഡറേഷനെയോ ബാധിക്കുന്ന കാര്യങ്ങൾ അതിൽ വന്നു ചേർന്നിട്ടുണ്ട്. ബട്ട് in principle, the sports governance bill is a welcome decision to bring in legislation to regulate the functioning of the sports organization in the country. But there are certain proposals that contradicts with the basic principles of Olympic Charter and guidelines of International Sports Federation. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രവർത്തിക്കുന്നത്, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഫെഡറേഷൻ പ്രവർത്തിക്കുന്നത് ഒളിമ്പിക് ചാർട്ടറിനെ ബേസ് ചെയ്തിട്ടാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ നിർബന്ധമായിട്ട് ഒളിമ്പിക് ചാർട്ടറിൻ്റെ മാനദണ്ഡങ്ങൾ നോക്കി പ്രവർത്തിക്കണം. അതിന് പുറമെ അതിൻ്റേതായ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷൻസ് പലതും തന്നെ ഒളിമ്പിക് ചാർട്ടറുമായിട്ട് ചേർന്ന് പോകുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഫെഡറേഷൻസിൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്. അതുപോലെ ആ ഗൈഡ് ലൈൻസും ഒളിമ്പിക് ചാർട്ടറും വെച്ചാണ് നമ്മുടെ നാഷണൽ ഫെഡറേഷൻസ് പ്രവർത്തിക്കുന്നത്. അതുമായിട്ട് ചേർന്നാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്.